നമസ്കാരം. പ്രധാന വാർത്തകൾ. നിപ്പ രോഗലക്ഷണങ്ങളോടെ മരിച്ച മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശിയുടെ മൃതദേഹം സംസ്കരിച്ചു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്നതിന് ശേഷമാകും കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കുക. CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. തൂതപ്പുഴയിലെ കുലിക്കല്ലൂർ മപ്പാട്ടുകര തടയണയിൽ വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. സംസ്ഥാനത്ത് ഇന്ന് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും തകർച്ചയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാർത്തകളിലേക്ക് വിശദമായി. നിപ്പ രോഗലക്ഷണങ്ങളോടെ മരിച്ച മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശിയുടെ മൃതദേഹം സംസ്കരിച്ചു. നിപ്പ പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷമായിരിക്കും കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപനം ഉണ്ടാവുക. ആരോഗ്യവകുപ്പ് ചങ്ങലേരിയിലെ വീടുകളിൽ സന്ദർശനം നടത്തി സമ്പർക്ക പട്ടിക, പനി അടക്കമുള്ള രോഗലക്ഷണങ്ങൾ എന്നിവരുടെ വിവരങ്ങൾ DMOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശി നിപ്പ രോഗലക്ഷണങ്ങളോടെ പെരിന്തമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. മൃതദേഹം നിപ്പ പ്രോട്ടോകോൾ പാലിച്ച് ഞായറാഴ്ച ഉച്ചയോടെ സംസ്കാരം നടത്തി. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്പർക്കമുള്ളവരുടെ വീടുകളിൽ തുടരാനാണ് നിർദ്ദേശം. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശോധന ഫലം ലഭിച്ചതിന് ശേഷമായിരിക്കും കണ്ടെയ്ൻമെന്റ് സോൺ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. പുലിശ്ശേരി കല്ലടി മുഹമ്മദ് അഷ്റഫിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രി 8:30യോടെയാണ് ബൈക്കിലെത്തിയ അഷ്റഫ് ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞത്. ഉടൻ തന്നെ വാഹനത്തിൽ കയറി പോവുകയും ചെയ്തതായി ദൃക്സാക്ഷി മൊഴി നൽകിയിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ മണ്ണാർക്കാട് പോലീസ് ദൃക്സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. വിവരം അറിഞ്ഞെത്തിയ ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ, ഏരിയ സെന്റർ അംഗം KK രാജൻ മാസ്റ്റർ, ലോക്കൽ സെക്രട്ടറിമാരായ K മൻസൂർ, ഐലക്കര മുഹമ്മദ് അലി, ശ്രീരാജ് വെള്ളപ്പാടം അടക്കമുള്ള നേതാക്കൾ സ്ഥലത്തെത്തി. KTDC ചെയർമാൻ PK ശശിയുടെ മുൻകാല ഡ്രൈവറായിരുന്നു പ്രതിയെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ ആരോപിച്ചു. ചില ആളുകളുടെ ഡ്രൈവർ എന്നാണ് സഖാക്കൾ പറയുന്നത്. പാർട്ടി ഓഫീസിന് സംരക്ഷണം സഖാക്കൾക്ക് നൽകേണ്ടി വരും. ഊച്ചാളി ചട്ടമ്പികൾ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതല്ല മണ്ണാർക്കാട്ടെ CPM എന്ന് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പറഞ്ഞു. ഞങ്ങൾ രാവിലെ മുതൽ ഇപ്പോൾ 8 മണി വരെ ഞങ്ങൾ ഈ ഓഫീസിലുണ്ട്. 8 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അപ്പോഴും ഓഫീസിൽ സഖാക്കളുണ്ട്. ഇവിടെ ഓരോ പരിപാടിയായിട്ട് ഇവിടെ ഒരുപാട് പ്രവർത്തകരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരിമ്പയിൽ എത്തിയിട്ടില്ല. എത്തിയപ്പോഴാണ് ഓഫീസിന് നേരെ ബോംബർ എന്ന രൂപത്തിൽ മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി എന്നുള്ള സഖാവ് മുഹമ്മദ് ബഷീർ എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ തന്നെ സഖാക്കളെല്ലാവരും ഇവർ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കേട്ടറിഞ്ഞ് ഇവിടെ വന്നവർ മുഴുവൻ ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയതാണ്. അത് CPIM-ന് നേരെ നടക്കുന്ന ആക്രമണങ്ങളാണ്. ഇന്നലെയും നിങ്ങൾ കണ്ടതാണല്ലോ. ഇതിൻ്റെ ബാക്കി ഒന്ന് കൂട്ടി വായിച്ചാൽ മനസ്സിലാവും ഇത് ആരുടെ ഡ്രൈവറായിട്ടാണ് മണ്ണാർക്കാട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതല്ല. അത് പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ CPIM-ന്റെ പ്രവർത്തകർ CPIM-ന്റെ പാർട്ടി ഓഫീസ് സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. തുടർന്ന് ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. ഏരിയ സെക്രട്ടറി അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് അക്രമിയെത്തിയതെന്ന് ഏരിയ സെന്റർ അംഗം KK രാജൻ മാസ്റ്റർ പറഞ്ഞു. അയാൾ ഇവിടെ കയറി വന്നിട്ട് ചോദിച്ചത് പാർട്ടി AC സെക്രട്ടറി എവിടെയായിരുന്നു. അപ്പോൾ AC സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ AC സെക്രട്ടറിയെ ആക്രമിക്കാനായിരുന്നു. AC സെക്രട്ടറി ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സാധനം വലിച്ചെറിഞ്ഞു പൊട്ടിച്ചത്. അത് ചെറിയ സംഭവമല്ലല്ലോ. അതിന് മറ്റൊരു പശ്ചാത്തലമില്ല. ഇയാൾ എന്തിനിത് ചെയ്തു? ആരെ ഇയാളും കൊണ്ടു നിയോഗിച്ചു? AC സെക്രട്ടറി അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലോ, ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ ആ സംഭവത്തെ കാണണം. ചോദിക്കില്ല. അയാൾ ചോദിച്ചു AC സെക്രട്ടറി എവിടെ ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോഴാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിലോ AC സെക്രട്ടറി നേരെ പ്രയോഗിക്കണം. അത് ആ രൂപത്തിൽ കാണണം. ഇത് പാർട്ടി ഓഫീസല്ലേ. ഇത് പാർട്ടി ഓഫീസിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുക. അവന് മറ്റേ തലയ്ക്ക് ഒഴിവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ആരാണെന്ന് ചോദിച്ചത്. അതിന്റെ വളരെ വിശദം. ഞായറാഴ്ച ഉച്ചയോടെയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തൂതപ്പുഴയിലെ കുലിക്കല്ലൂർ മപ്പാട്ടുകര തടയണയിൽ വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കുലിക്കല്ലൂർ മാടാല ഫാത്തിമ എന്ന മാളുവിനെയാണ് കാണാതായത്. 72 വയസ്സുണ്ട്. പുലർച്ചെ ഇവിടെ ഒരു 5:30 മണിക്ക് വലയിട്ടായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മീൻ പിടിച്ച് കയറിയപ്പോൾ അക്കരത്തിലും ഫോൺ വന്നു, അങ്ങനെ ആള് മിസ്സിങ് ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വീട്ടിലൊക്കെ തിരഞ്ഞു നോക്കുമ്പോൾ അയാൾ ആഭരണങ്ങളും ഒക്കെ അവിടെ ഊരി വെച്ചിട്ട്
പുലർച്ചെ അവർ തിരഞ്ഞപ്പോൾ കാണാനായിട്ട് പുഴയിൽ വന്ന് നോക്കിയപ്പോൾ പുഴയിൽ അയാളെ ചെരുപ്പും ടോർച്ചും കണ്ടു. അങ്ങനെ നമുക്ക് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് മീൻ പിടിക്കുന്ന തോണിയുണ്ട്, അതെടുത്ത് തെരഞ്ഞു. പാലത്തിൻ്റെ അതുവരെ പോയി അക്കരെ ഇക്കരി 2 സൈഡ് തെരഞ്ഞു. അതിലൊന്നും കിട്ടില്ല. ഭയങ്കര ഒഴുക്കുണ്ട് പുഴയിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ കയറി. പിന്നെ ഫയർഫോഴ്സ് വന്ന് അവർ തിരയുന്നുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഫാത്തിമയെ വീട്ടിൽ നിന്നും കാണാതായത്. വീട്ടുകാർ പലയിടത്തും അന്വേഷിച്ചുവെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല. പുഴയിലേക്ക് കുളിക്കാൻ പോകുന്ന ആളായതിനാൽ കടവിൽ വന്ന് നടത്തിയ തിരച്ചിലിലാണ് പുഴക്കരയിൽ ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയത്. ആഭരണങ്ങളും വീട്ടിൽ അഴിച്ചുവെച്ച നിലയിലായിരുന്നു. ഫയർഫോഴ്സും സ്കൂബ സംഘവും നാട്ടുകാരും പുഴയിൽ തിരച്ചിൽ നടത്തി വരികയാണ്. പോലീസും സ്ഥലത്തുണ്ട്. ശക്തമായ ഒഴുക്കും തിരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും തകർച്ചയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PR ഏജൻസികളെ വെച്ചുകൊണ്ടുള്ള പ്രൊപ്പഗൻഡകൾക്കപ്പുറം ഈ രംഗങ്ങളിൽ ഒന്നും നടക്കുന്നില്ല എന്നും VD സതീശൻ. ശ്രീകൃഷ്ണപുരത്ത് KPSTയുടെയും സുകുമാരൻ ഉണ്ണി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സുകുമാരൻ ഉണ്ണി മാസ്റ്റർ, പഴനി മാസ്റ്റർ അനുസ്മരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങൾ പൂർണ്ണ തകർച്ചയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സർജറിക്കായി രോഗികൾ സൂചിയും നൂലും വരെ വാങ്ങി വേണം പോകാൻ. ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ പിണറായി സർക്കാരിനെതിരായി കേരളത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി പബ്ലിക് എക്സ്പെർട്ടുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മെഡിക്കൽ കമ്മീഷൻ UDFന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഓഗസ്റ്റിൽ തിരുവനന്തപുരത്ത് വലിയൊരു ഹെൽത്ത് കോൺക്ലേവ് നടത്തും. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയരായ വിദഗ്ധർ പങ്കെടുക്കുന്ന ഹെൽത്ത് കോൺക്ലേവ് കേരളത്തിലെ ആരോഗ്യരംഗം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. പൂർണ്ണ തേജസ്സുള്ള ഒന്നാക്കി ആരോഗ്യരംഗത്തെ മാറ്റുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാട്ടാൻ കരുത്തുള്ള ഏറ്റവും മികച്ച സംഘടനയായി നമ്മുടെ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഈ വലിയ അധ്യാപക നേതാക്കളുടെ പങ്ക് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും തകർച്ചയിലാണ്. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം. അത് ഇന്ന് കേരളത്തിലെ എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായിരുന്നു. നമ്മൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു രംഗമാണ് ആരോഗ്യരംഗം. കേരളത്തിലെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എല്ലായിടത്തും പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. PR ഏജൻസികളെ വെച്ചുകൊണ്ടുള്ള പ്രൊപ്പഗാൻഡകൾക്കപ്പുറം ഈ രംഗത്തൊന്നും നടക്കുന്നില്ല. ആശുപത്രികളിൽ മരുന്നില്ല, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല. പരിതാപകരമായ അവസ്ഥ മുഴുവൻ ആശുപത്രികളിലും നിലനിൽക്കുന്നു. അതേ അവസരത്തിൽ നമുക്കറിയാം, ആശുപത്രിയിൽ ഒരു സർജറിക്ക് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെന്റ്സും നൂലും തുന്നിക്കെട്ടാനുള്ള സൂചിയും വരെ മേടിച്ചുകൊണ്ട് വേണം പോകാനെന്നുള്ള സ്ഥിതിയിലേക്ക് കേരളം വന്നു. നമ്മൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ പിണറായി സർക്കാരിനെതിരായി അതിശക്തമായ പ്രചരണം നടത്തുമ്പോൾ നമ്മുടെ നേരെ ഒരു ചോദ്യമുണ്ട്. എന്താണ് നിങ്ങൾക്കുള്ള ഓൾട്ടർനേറ്റീവ്? അതാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഹെൽത്ത് കമ്മീഷൻ UDFന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കണം. പരിപാടിയിൽ സുകുമാരൻ ഉണ്ണി ട്രസ്റ്റ് ചെയർമാൻ P. ഹരിഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. KPST സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി. ട്രസ്റ്റ് ചെയർമാൻ P. ഹരിഗോവിന്ദൻ KPST സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് B. സുനിൽകുമാർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. മുൻ മന്ത്രി VC കബീർ മാസ്റ്റർ, മുൻ MLA CP മുഹമ്മദ്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ, അനിൽ വട്ടപ്പാറ, രാജുമോഹൻ, KPST സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ്, KPST ജില്ലാ പ്രസിഡന്റ് ഷാജി S. തെക്കേതിൽ, പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. കൃഷിയും കർഷകനും പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിമ്പുഴ ഹണി കർഷക കൂട്ടം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 100 കർഷകർക്ക് 2 തേനീച്ചക്കൂടുകൾ വീതം സൗജന്യമായി നൽകി. തേനീച്ചക്കൂടിന്റെ വിതരണം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. തേനീച്ച കൃഷിയിലൂടെ സാമ്പത്തികമായി കർഷകർക്ക് ഉന്നതിയിലെത്താൻ കഴിയും. പോഷകസമൃദ്ധമായ പ്രകൃതിദത്ത മധുരമായ തേനിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. കരിമ്പുഴ ഹണി ഗ്രൂപ്പിന് ഈ മേഖലയിൽ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ ഒരു സമഗ്രമായ കാർഷിക പദ്ധതി നടപ്പിലാക്കാൻ നമ്മുടെ MLA ആഗ്രഹിക്കുന്നു എന്നറിയുന്നതിൽ അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഒറ്റപ്പാലത്തിന്റെ സമഗ്രമായ കാർഷിക പേരിടാനിരിക്കുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ മനസ്സിലാക്കിയത് പറഞ്ഞുള്ളൂ. അദ്ദേഹം ഒരു ചടങ്ങൊക്കെ അദ്ദേഹം പേരിടാനിരിക്കുകയാണ്. അദ്ദേഹം പേരിട അദ്ദേഹത്തിന്റെ കാർഷിക പദ്ധതി അദ്ദേഹത്തിന്റെ പദ്ധതിയല്ല. അദ്ദേഹത്തിന്റെ പദ്ധതി നിങ്ങളുടെ ഓരോരുത്തരുടെയും പദ്ധതിയാണ്. കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ MLAക്ക് വേണ്ടിയും പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടിയും ഏതെങ്കിലും പാർട്ടിക്കാർക്ക് വേണ്ടിയും സർക്കാരിന് വേണ്ടിയും അല്ല. നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ആവശ്യമായ എന്തെങ്കിലും ഉത്പാദിപ്പിക്കാൻ നമ്മളൊന്ന് ശ്രമിക്കണം. അതാണ് അദ്ദേഹം കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നോട് പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരുടെയും വിപുലമായ യോഗം വിളിച്ചു കൂട്ടി ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കാനാണ് തീരുമാനം. സമഗ്രമായ കാർഷിക വികസന പദ്ധതി ഒറ്റപ്പാലം മണ്ഡലത്തിന് വേണ്ടി MLA മുൻകൈയെടുത്ത് നടപ്പിലാക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും പൂർണ്ണമായ പിന്തുണ ഇക്കാര്യത്തിലുണ്ടാകും. പരിപാടിയിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി ഷീജ, ഷീബ പാട്ടത്തൊടി, ജില്ലാ കൃഷി ഓഫീസർ അറുമുഖൻ പ്രസാദ്, സ്റ്റേഷനരം ബ്ലോക്ക് AD A ശ്രീജ, ബ്ലോക്ക് പഞ്ചായത്ത് AE മൻസൂറ അനീഷ്, കെ സുബ്രഹ്മണ്യൻ, വേണുഗോപാൽ, കരിമ്പുഴ കൃഷി ഓഫീസർ തേജസ് ജോർജ്, കർഷകക്കൂട്ടം പ്രസിഡന്റ് കെ ചന്ദ്രൻ, സെക്രട്ടറി കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന കായകൽപ്പ പുരസ്കാരത്തിന് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം ഇത്തവണയും അർഹത നേടി. സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന 1 ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് രണ്ടാം തവണയും കൊപ്പത്തെ ആതുര സേവനാലയത്തെ തേടിയെത്തിയത്. വീണ്ടും പുരസ്കാരം നേടിയതിന്റെ സന്തോഷത്തിലാണ് ആശുപത്രിയിലെ ജീവനക്കാർ. ശുചിത്വം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ശുചിത്വ പരിപാലനവും രോഗികൾക്ക് മികച്ച സേവനവും ലഭ്യമാകുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിന് തന്നെയാണ് അവാർഡിന് പരിഗണിച്ചതെന്ന് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ആശാ ജലാൽ പറഞ്ഞു. കായകൽപ്പ പുരസ്കാര മാനദണ്ഡത്തിൽ 74% മാർക്കാണ് ആശുപത്രി നേടിയത്. കഴിഞ്ഞ തവണ ഇത് 70%. മുൻ മെഡിക്കൽ ഓഫീസർ ലീനാകുമാരിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ദേശീയ തലത്തിൽ ആശുപത്രികളുടെ ഗുണനിലവാരവും രോഗികൾക്ക് നൽകുന്ന സേവനങ്ങളും വിലയിരുത്തുന്ന പുരസ്കാര നിർണയത്തിലും കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം ഉൾപ്പെട്ടിട്ടുണ്ട്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച നേട്ടവുമായാണ് കൊപ്പം ആശുപത്രി ദേശീയ തലത്തിലും പരിഗണിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിലുള്ള അംഗീകാരവും കൊപ്പത്തെ തേടിയെത്തുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ആശുപത്രി ജീവനക്കാർ. അലനല്ലൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും കുമരംപുത്തൂർ പഞ്ചായത്തിലെ പയ്യനട മേഖലയിലും സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടത്തി. സ്വിച്ച് ഓൺ കർമ്മം N ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. മണ്ണാർക്കാട് MLAയുടെ നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അലനല്ലൂർ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. മണ്ണാർക്കാട് നിലാവ് എന്ന പേരിൽ 12 കൊല്ലം മുമ്പ് നമ്മൾ ആരംഭിച്ചതാണ് ഈ വെളിച്ച വിപ്ലവം. അന്ന് ഹൈമാസ്റ്റ് ലൈറ്റുകൾ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. പ്രാധാന്യമില്ല, അന്ന് വളരെ അപൂർവമായിട്ട് നമ്മൾ വലിയ പട്ടണങ്ങളിലൊക്കെ കാണുന്നതാണ്. അത് നമ്മുടെ മണ്ഡലത്തിലേക്ക് വന്നു. നമ്മുടെ മണ്ഡലത്തിലെ പ്രധാന പട്ടണങ്ങളിലാണെന്ന് ആദ്യമായിട്ട് 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് നിർവഹിച്ചു. പിന്നീടുള്ള ഓരോ വർഷവും അതിനുവേണ്ടി പ്രത്യേക ഫണ്ടുകൾ നീക്കിവെച്ചു. പയ്യനടം കിണറുംപടി സെന്റർ, പയ്യനടം എനാനിമംഗലം ശിവക്ഷേത്രം, അലനല്ലൂർ പഞ്ചായത്തിലെ കൊന്നാരം ജുമാ മസ്ജിദ് പരിസരം, അലനല്ലൂർ അരിയക്കുണ്ട് ജംഗ്ഷൻ, എടത്തനാട്ടുകര കൊടിയംകുന്ന്, കരുമനപ്പൻകാവ് ക്ഷേത്ര പരിസരം, ചളവ പൂവത്തിങ്ങൽ ദുർഗ ഭഗവതി ക്ഷേത്ര പരിസരം, പാലക്കാഴി സെന്റർ, കാളമ്പാറ ജുമാ മസ്ജിദ് പരിസരം എന്നിവിടങ്ങളിലാണ് സ്വിച്ച് ഓൺ നടന്നത്. കുമരംപുത്തൂർ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇന്ദിര മടത്തുംപടി, സഹദ് അരൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുസ്തഫ വറോഡൻ, മെമ്പർമാരായ വിജയലക്ഷ്മി, മേരി സന്തോഷ്, പൊൻപാറ കോയക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. തച്ചനാട്ടുകരയിൽ കണ്ടെയ്ൻമെന്റ് സോൺ പിൻവലിച്ചതോടെ അടച്ചിട്ട സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യ ഗ്രാമപഞ്ചായത്ത് വിഭാഗവും അറിയിച്ചു. നിപ്പ വ്യാപനമില്ലാത്ത പക്ഷം ഒരാഴ്ചയ്ക്ക് ശേഷം ശനിയാഴ്ച കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചിരുന്നു. പൊതുസ്ഥലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ നിർദ്ദേശമുള്ളൂ. നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ അടച്ച സ്കൂളുകളെല്ലാം തിങ്കളാഴ്ച മുതൽ സ്വാഭാവിക ക്ലാസുകൾ ആരംഭിക്കും. കുട്ടികൾ സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗവും ഗ്രാമപഞ്ചായത്ത് അധികൃതരും അറിയിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആയതിനാൽ ഗ്രാമപഞ്ചായത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും പ്രയാസത്തിലായിരുന്നു. കുണ്ടൂർക്കുന്ന് UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ചാമപ്പറമ്പ് LP സ്കൂൾ,
ലെഗസി UP സ്കൂൾ, പഴഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയാണ് അടച്ചിട്ടിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഓൺലൈൻ ക്ലാസും ഏർപ്പെടുത്തിയിരുന്നു. മലബാറിലെ ഏത് വിദ്യാലയത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ലീഗാണെന്ന് കാണാൻ സാധിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി N. ഷംസുദ്ദീൻ MLA. വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ ലീഗിന് സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് ചെർപ്പളശ്ശേരി കച്ചേരിക്കുന്നിൽ സംഘടിപ്പിച്ച ഹരിതോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് സ്കൂളിന്റെയും കോളേജിന്റെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മലബാറിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ലീഗാണ് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട എല്ലാ പിന്തുണയും നൽകിയപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ വലിയ വിദ്യാഭ്യാസത്തിനൊന്നും പോകുമായിരുന്നില്ല. 8ാം ക്ലാസ്സിനപ്പുറം അല്ലെങ്കിൽ 7ാം ക്ലാസ്സിനപ്പുറം പഠിക്കുമായിരുന്നില്ല. അവരെ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്, അവരെ പിന്തുണച്ചത് ലീഗ് പാർട്ടിയാണ്. ഇന്ന് നമുക്ക് വിസ്മയകരമായ മാറ്റം പ്രകടമാണ്. എവിടെ ചെന്നാലും നമ്മുടെ പെൺകുട്ടികളുടെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. പെൺകുട്ടികൾ വിദ്യാഭ്യാസപരമായി മുന്നേറുന്നത് ഒരു സമൂഹത്തിനും സമുദായത്തിനും ഏറെ ഭാവി ശോഭനമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിലുള്ള മുന്നേറ്റം, അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ രംഗത്ത് ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ, അതിലൊക്കെ ഒരു രക്ഷിതാവിനെ പോലെ ഒരു പ്രസ്ഥാനം നിലനിന്നത് ഇവിടെ ലീഗ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഹരിതോത്സവം 2025 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി 70 വയസ്സ് കഴിഞ്ഞ മുൻകാല പ്രവർത്തകരെയും വിവിധ പരീക്ഷകളിലും മത്സരങ്ങളിലും ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. വിവിധ ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു. പരിപാടിയിൽ ലീഗ് സംസ്ഥാന നിർമ്മാണ സമിതി അംഗം KK അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് മേഖലാ പ്രസിഡന്റ് TK ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് PH ആയിഷ ബാനു, നേതാക്കളായ CA ബക്കർ, ഇക്ബാൽ ദുറാനി, MK നജീബ്, സൽമാൻ കൂടമംഗലം, അഡ്വക്കേറ്റ് ഹാഷിം പാലക്കൽ, മുനീർ തള്ളച്ചിറ, ഷാനവാസ് ബാബു, VP സുഹറാബി എന്നിവർ സംസാരിച്ചു. വീണ്ടും ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോട്ടോപ്പാടം പഞ്ചായത്ത് കൺവെൻഷൻ കോട്ടോപ്പാടം AMLP സ്കൂളിൽ നടന്നു. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി MV കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കോട്ടോപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രം സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി ഉയർത്തണമെന്നും കിടത്തി ചികിത്സ നടത്തണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും വിരമിച്ചവരെ സംഘടനയിലേക്ക് സ്വീകരിച്ചു. പ്രമുഖ സാഹിത്യകാരൻ TR തിരുവിഴാങ്കുന്നിനെയും യുവ എഴുത്തുകാരനായ CK ബുദ്ധരാജ്, നസീമ ഹൈദർ എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു. അംഗങ്ങളുടെ കുടുംബങ്ങളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. കോട്ടോപ്പാടം AMLP സ്കൂളിൽ നടന്ന കൺവെൻഷൻ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി MV കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ ശമ്പള പെൻഷൻ നടപ്പാക്കിയ ആദ്യ കാലങ്ങളിൽ പെൻഷൻകാരെ പരിഗണിച്ചിരുന്നേയില്ല. അത് അതിൻ്റെ ഒരു ദോഷം ഇത്തരത്തിൽ കൊച്ചു സംഘടനകൾ അല്ലെങ്കിൽ പ്രബലമായ രീതിയിലുള്ള സംഘടനയ്ക്ക് അവിടെ ആവശ്യം ഉന്നയിക്കാൻ സർക്കാരിനെ അറിയിക്കാൻ കഴിയാത്ത വന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഈ കൊച്ചൂർ സംഘടന എല്ലാം കൂടി യോജിച്ചുകൊണ്ട് ഒരു ഏകീകൃത ഐക്യ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കേണ്ടത് പെൻഷൻകാരെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണെന്ന് തോന്നിയുണ്ടായി. അങ്ങനെയുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് 1992 ഒരു ഐക്യ പ്രസ്ഥാനം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന പേരിൽ രൂപപ്പെട്ടു വന്നത് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിച്ചത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CK ബുദ്ധരാജ് അധ്യക്ഷനായി. ജില്ലാ കൗൺസിൽ അംഗം K നിർമ്മല, ബ്ലോക്ക് കമ്മിറ്റി അംഗം PK ഹരിനാരായണൻ, P അരവിന്ദാക്ഷൻ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അസീസ് മാമ്പറ്റ, ട്രഷറർ K വിജയകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. കോട്ടോപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രം സാമൂഹികാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി രോഗികളെ കിടത്തി ചികിത്സ നടത്തുന്നതിന് സൗകര്യമൊരുക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നാസർ മറുകര തിരഞ്ഞെടുക്കപ്പെട്ടു. നെല്ലായ മാവുണ്ട്രി സ്വദേശിയായ നാസർ മറുകര രാഷ്ട്രീയ കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ വ്യക്തിത്വമാണ്.
ഹൈക്കോടതിയുടെ ഇടക്കാല വിധിയിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്കും ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിക്കും ആശ്വാസം. അറ്റാച്ച് ചെയ്ത ഓൺലൈൻ ഷോപ്പിന്റെയും ഡയറക്ടർമാരുടെയും വാഹനങ്ങൾ വിട്ടുകൊടുക്കാനാണ് ജസ്റ്റിസ് പി ഗോപിനാഥ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല വിധി. എന്നാൽ വാഹനങ്ങൾ വിൽക്കാനോ മാറ്റം വരുത്താനോ കേരളം വിട്ട് യാത്ര ചെയ്യാനോ പാടില്ലെന്നും ഉത്തരവിലുണ്ട്. സൊസൈറ്റി കേന്ദ്രീകരിച്ച് സർവീസ് സജീവമായി തുടരുമെന്ന് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ ബാരി, സെക്രട്ടറി ബിനീഷ് കുമാർ, അൽഫോൺസ് എന്നിവർ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം ഡിവൈഎഫ്ഐ തോട്ടര യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC, +2, USS കലാകായിക പ്രതിഭകളെ ആദരിച്ചു. തോട്ടര ബാലബോധിനി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അമൃത അധ്യക്ഷത വഹിച്ചു. മഹേഷ് TM, ഡിവൈഎഫ്ഐ മണ്ണമ്പറ്റ മേഖലാ സെക്രട്ടറി S ബിനേഷ്, CPIM ബ്രാഞ്ച് സെക്രട്ടറി KK രാകേഷ് ശങ്കർ, ശരൺ എന്നിവർ പ്രസംഗിച്ചു. ഡിവൈഎഫ്ഐയെ സ്നേഹിക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രിയമുള്ളവരെ, സ്നേഹം നിറഞ്ഞവർ, കേരളത്തിലെമ്പാടും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുമോദന പരിപാടികൾ നടന്നു വരികയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ തോട്ടര യൂണിറ്റ് പ്രദേശത്തെ SSLC, +2, LSS, USS പരീക്ഷകളിലും വിവിധ മേഖലകളിലും മികവ് തെളിയിച്ചവരെ ആദരിക്കുന്നതിന്, അനുമോദിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ്പ രോഗലക്ഷണങ്ങളോടെ മരിച്ച മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശിയുടെ മൃതദേഹം സംസ്കരിച്ചു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്നതിന് ശേഷമാകും കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കുക. CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. തൂതപ്പുഴയിലെ കുലിക്കല്ലൂർ മപ്പാട്ടുകര തടയണയിൽ വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. സംസ്ഥാനത്ത് ഇന്ന് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും തകർച്ചയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.